കുറിശി വിഷൻ എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മളെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കരുനാളുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. അതിന് ജ്യോതിഷം പഠിച്ച ഒരു വ്യക്തിയെ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ പഞ്ചാംഗം നോക്കി സ്വന്തമായിട്ട് ഈ കരുനാളുണ്ടോ എന്ന് കണ്ടുപിടിക്കാറുണ്ട്. കാരണം പഞ്ചാംഗത്തിൽ കുറേ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കരുനാളുണ്ട്, അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ഇന്ന പാദത്തിൽ ജനിച്ചാൽ കരുനാളുണ്ട് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും ഈ കരുനാളിൻ്റെ പുറകെ പോകുമ്പോൾ കരുനാളിനേക്കാൾ കുറച്ചുകൂടി ദോഷമുള്ള ഒരു ദോഷമാണ് വസുപഞ്ചകം എന്ന് പറയുന്നത്. വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ അവിട്ടം മുതൽ രേവതി വരെയുള്ള 5 നക്ഷത്രങ്ങളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ദോഷം ഭവിക്കും. അതിന് നമ്മളിപ്പോൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ കോഴിയെ വെട്ടാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു മരണം ചെയ്തുകൊണ്ട് അതിനൊരു പ്രതിവിധി ആകില്ല. അതുകൊണ്ട് മറ്റൊരു ജീവിയെ കൊന്നിട്ട് അതിൻ്റെ ദുഃഖം കൂടി നമ്മൾ തലയിൽ പേറേണ്ട കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.